വളരെ എളുപ്പം ജയിച്ചു കയറാവുന്ന മണ്ഡലത്തിലേക്കല്ല 2 ടൈം പൂർത്തിയാക്കവർ പോകേണ്ടത്. വളരെ ബുദ്ധിമുട്ടുള്ള മണ്ഡലം. അങ്ങനെ കെ ശൈലജ ടീച്ചറിന് പേരാവൂർ ലഭിക്കുന്നു. ഇനി എന്ത്? എനിക്ക് തോന്നുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്റ്റാർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ ചിത്രം എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാണ് പേരാവൂർ എന്ന് നമുക്ക് പറയാം. പേരാവൂർ സത്യത്തിൽ പേരാവൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അത് UDFന്റെ ഉറച്ച കോട്ടയായിരുന്നു. പക്ഷെ അവിടെ കെ ശൈലജ ടീച്ചർ ഇതിനു മുൻപ് MLA ആയിട്ടുണ്ട്. 2006 ടീച്ചർ ഇതേപോലെ അവിടെയുള്ള ആളാണ്. അവിടെയുള്ള രണ്ടുപേരും, അതായത് സണ്ണി ജോസഫും അവിടെയുള്ള ആളാണ്, ശൈലജ ടീച്ചറും അവിടെ, രണ്ടുപേരും അന്നാട്ടുകാർ തന്നെയാണ്. അവിടെ മത്സരം വളരെ ശക്തമാകാൻ കാരണം പിന്നീട് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് 2006 ടീച്ചർ ജയിച്ചത് തൊട്ടു പിന്നാലെ തന്നെ സണ്ണി ജോസഫിനോട് തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് സണ്ണി ജോസഫിന് തുടർച്ചയായി അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് എടുത്തു കഴിഞ്ഞാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ എടുത്താലും UDFന് അവിടെ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമുണ്ട്. അതേസമയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അടിക്കടിയുള്ള ഭൂരിപക്ഷത്തിന്റെ തോത് നോക്കിക്കഴിഞ്ഞാൽ സണ്ണി ജോസഫിന് ഈ 2021 വോട്ട് കുറയുന്നതും കാണാം. മാത്രമല്ല 2021 തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് മട്ടന്നൂരിൽ കെ ശൈലജ ജയിച്ചുള്ളത്. 60,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം കെ ശൈലജയ്ക്ക് ഉണ്ടായിരുന്നു. ശൈലജ ടീച്ചർ അത് മാത്രമല്ല കേരളത്തിൽ ഒന്നാകെ ഒരു വനിതാ മുഖ്യമന്ത്രി ആരാകണം എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരെ ഉയർത്താൻ പര്യാപ്തമായ തരത്തിൽ ആ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയ ആളാണ് ശൈലജ ടീച്ചർ. അപ്പോൾ ശൈലജ ടീച്ചറിനെ പേരാവൂരിൽ കൊണ്ടുവരുമ്പോൾ 2 വ്യാഖ്യാനങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, പാർട്ടി ശൈലജ ടീച്ചർ ഒതുക്കുന്നു എന്നുള്ളത്. രണ്ടാമത്, അങ്ങനെയല്ല, UDFന്റെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഏറ്റവും അനുയോജ്യമായ പോരാളിയാണ് ശൈലജ ടീച്ചർ എന്നുള്ളത്. അതിനെ വളരെ പോസിറ്റീവായ ഒരു ഭാഗമാണ് ശൈലജ ടീച്ചർ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് വേണ്ടതും. അതാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്, എന്നെ ഇവിടെ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് ഈ ദൗത്യം നിറവേറ്റാൻ, അത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏതായാലും എളുപ്പത്തിൽ സണ്ണി ജോസഫിന് ജയിച്ചു കയറാൻ കഴിയുന്ന മണ്ഡലം എന്ന് കരുതിയിരുന്നിടത്ത് ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കെ ശൈലജയുടെ സാന്നിധ്യം കൊണ്ട് സാധ്യമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല സുധാകരനുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായപ്പോഴും ഒരു വിവാദമുണ്ടായത് ഇതിന് മറുപടി ചിലപ്പോൾ പേരാവൂരിൽ ഉണ്ടാകുമെന്നാണ്. ആ നിലയ്ക്ക് വളരെയധികം ജനശ്രദ്ധ പതിയുന്ന ഒരു മണ്ഡലമായി പേരാവൂർ മണ്ഡലം മാറാൻ പോകുന്നു. അവിടെ 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടമാണ് പ്രധാനമായി നടക്കുന്നത്. സണ്ണി ജോസഫും കെ ശൈലജയും തമ്മിലുള്ളതാണ്. ഒരു തീർച്ചയായും എന്തായാലും 2 തരത്തിലുള്ള നറേഷൻ വന്നു കഴിഞ്ഞു എന്നുള്ളത് ഗോപി പറഞ്ഞല്ലോ. പക്ഷേ അല്പം കൂടി പോസിറ്റീവായി തന്നെ നമ്മൾ അതിനെ സമീപിക്കുകയാണെങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കണം എന്നുള്ളത് LDFന്റെ ആവശ്യമാണ്. സ്വാഭാവികമായും സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് LDFനെ സംബന്ധിച്ചിടത്തോളം കെ ശൈലജ. അപ്പോൾ സ്വാഭാവികമായും അവർ അവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെ കാണാം. 2ാം തവണ മത്സരിക്കുമ്പോൾ സണ്ണി ജോസഫിനോട് പരാജയപ്പെട്ട കെ ശൈലജ അല്ല, പക്ഷേ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന കെ ശൈലജ. ആ വലിയ വ്യത്യാസമുണ്ട്. അവരുടെ ഇമ്പാക്ട്, രാഷ്ട്രീയത്തിൽ അവർക്ക് ഉണ്ടാക്കാനുള്ള സ്വാധീനം, കേരളത്തിലുള്ള കെ ശൈലജ എന്ന ഫിഗർ, അതൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. അപ്പോൾ ഒരു കടുത്ത മത്സരം എന്തായാലും കാഴ്ചവെക്കാവുന്ന നിലയിലേക്ക് പേരാവൂർ മാറുകയാണ്. പിന്നീട് ഉണ്ടാകുന്നത് മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങൾ അവിടെ എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. സുധാകരൻ ഡൽഹിയിൽ നിന്നും ഒന്നും മിണ്ടാതെ വന്നിട്ടുണ്ട്. ഞാൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും അതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ സുധാകരനെ മാറ്റി നിർത്തിയാൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന് പറഞ്ഞ മണ്ഡലം കൂടിയാണ് പേരാവൂർ. സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ കുറഞ്ഞ സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ശൈലജ ടീച്ചറിലൂടെ ഏറ്റവും നല്ല മത്സരം കാഴ്ചവെക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്ന് പരിശോധിക്കാം. അതേസമയം തന്നെ ഒരു കാര്യം കൂടിയുണ്ട് SKN, ഇത്തവണ LDFന് അധികാരം കിട്ടിയില്ല എന്ന് കരുതുക. UDF ഭരണത്തിലേക്ക് വരുന്നു. സ്വാഭാവികമായും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന റോളിൽ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റോളിലേക്ക് കൂടി ഉയർത്താൻ കഴിയുമായിരുന്ന ഒരാളാണ് കെ ശൈലജ. അപ്പോൾ പേരാവൂരിലെ വിജയം ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അനിവാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ലാതാകുമോ എന്നതുകൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.